ഇത് കോടതിയിൽ ഒരു കള്ളക്കണക്ക് കൊടുത്തു, പെരുപ്പിച്ച കണക്ക് എന്ന രൂപത്തിലാണ് രാവിലെ വാർത്ത വന്നിരുന്നത്. അപ്പോൾ അതിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനക്കം അടക്കം 75,000, ഒരു മൃതദേഹത്തിന് 75,000 എന്നടക്കമുള്ള കണക്ക് കാണുമ്പോൾ നമ്മൾ ഞെട്ടിയിരുന്നു. പക്ഷേ അത് പ്രൊജക്റ്റഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നും എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കണക്ക് കൊടുക്കുന്നു എന്നും ചീഫ് സെക്രട്ടറി പിന്നീട് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. ആ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽ പെടുത്താനാകില്ല. വീടുകളുടെ നാശനഷ്ടത്തിനും മറ്റും കേന്ദ്രം നൽകുന്ന ധനസഹായം ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ്. കേന്ദ്രത്തിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനുവദനീയമായ കാര്യങ്ങളിൽ പണച്ചെലവ് കൂട്ടിക്കാണിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പറയുന്ന ചെലവാണ്. അത് പ്രധാനമന്ത്രി ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് 17/8/24 അന്നാണ് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഓഗസ്റ്റ് 9 വയനാട്ടിലെത്തുന്നു. ആവശ്യങ്ങൾ പരിഗണിക്കും, അതിൽ ഒരു മാനദണ്ഡവും നോക്കില്ല എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി അന്ന് നൽകിയിരുന്നത്. പോയിട്ട് ഇപ്പോൾ 35 ദിവസമായി. മാനദണ്ഡം നോക്കാതെയാണെങ്കിൽ ഇപ്പോൾ ഒരു തുക പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം, അതായത് ഈ പ്രധാനമന്ത്രി പോയതിനു ശേഷമുള്ള തൊട്ടടുത്ത ദിവസം കൊടുക്കേണ്ടി വന്ന കണക്ക്, അതായത് ഒരു തുക അറിയിക്കൂ എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടം, അതിൻ്റെ കോപ്പി തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗവും കോടതി കൊടുക്കേണ്ടി വന്നത്. നേരത്തെയും വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതി കൃത്യമായി ഇടപെടുന്നുണ്ടായിരുന്നു. അവിടെ ലോണുകൾ പിടിച്ചെടുക്കുന്ന ബാങ്കുകളുടെ നടപടിയിലൊക്കെ കോടതി ഇടപെട്ടല്ലോ, ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കള്ളക്കണക്കാണ് എന്നും അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കേണ്ടതുണ്ട് എന്നും കരുതിയിരുന്നെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അന്ന് പ്രതികരിക്കാമായിരുന്നു. കോടതി ആ രൂപത്തിൽ അതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്, ദുരന്ത നിധിയിൽ നമുക്ക് കിട്ടുന്ന പണം എന്നുള്ളത് വളരെ ചെറിയ തുകയാണ്. ഒരു വീടിന് 1.3 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വീട് പൂർണ്ണമായി നശിക്കുന്ന ഒരു വീടിന് കൊടുക്കുന്നതാണ്. ആ പൈസയ്ക്ക് എന്ത് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഭാഗികമായ നഷ്ടം സംഭവിച്ചവർക്ക് കിട്ടുന്ന വെറും 6,500 രൂപയാണ്. അത്രയും തുച്ഛമായ തുക. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഈ SDRF മാനദണ്ഡപ്രകാരം വളരെ ചെറിയ തുക. ഇനിയിപ്പോൾ കേന്ദ്രത്തിന് മാനദണ്ഡപ്രകാരം പ്രധാനമന്ത്രിയുടെ അന്നത്തെ സന്ദർശനം എന്നുള്ളത് നമ്മളെല്ലാം ആ രൂപത്തിൽ കണ്ടതാണല്ലോ. പതിവ് വിട്ട് അല്ലേ പ്രധാനമന്ത്രി വയനാട് മുഴുവൻ സഞ്ചരിക്കുന്നു, ആശുപത്രികളിലേക്ക് പോകുന്നു, ഓരോരുത്തരെയും നെഞ്ചോട് ചേർത്ത് സമാധാനിപ്പിക്കുന്നു, പ്രതികരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആ എന്ത് സഹായം നൽകുമെന്നുള്ള വാക്ക് തന്നു പോയത്. ഇപ്പോൾ 35ാമത്തെ ദിവസമായി. ഈ മാനദണ്ഡമൊന്നുമില്ല എങ്കിൽ ഒരു തുക പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. അപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ വീഴ്ചയുണ്ട്. കാരണം സർക്കാരിനെ സഹായിക്കാൻ വിവിധ സന്നദ്ധ സംഘടനകൾ ഈ വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ തന്നെ ടൗൺഷിപ്പ് എന്നുള്ള പ്രോജക്റ്റ് നമ്മളടക്കം എത്ര പേർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന്മേൽ എന്ത് ആലോചന നടത്തുന്നു, എന്താണ് ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ ഇത്ര കാര്യങ്ങളാണ് ചെയ്തത് എന്നൊരു വ്യക്തത ജനത്തിന് മുന്നിൽ തരുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകും എന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ എപ്പോൾ കൊടുക്കും അതും അറിയേണ്ടതല്ലേ? അതും ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇതുവരെ ഡീറ്റെയിൽ പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് സമയമായിട്ടില്ല. അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് സുതാര്യമായിരിക്കണം. എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ഏത് വഴിയിൽ എത്തിയിരിക്കുന്നു, ഇപ്പോൾ അവിടെ ആളുകൾ എങ്ങനെയാണ് താമസിക്കുന്നത്, അവർക്ക് എന്തൊക്കെ സഹായം ഞങ്ങൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, അവിടെ ഇപ്പോൾ പരാതിയുണ്ടോ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതിന്മേലൊന്നും ഒരു കൃത്യമായ വിവരം സർക്കാർ പുറത്തേക്ക് നൽകുന്നില്ല, ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വിമർശിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ തുകയുമായി ബന്ധപ്പെട്ട് ആക്ച്വൽസ് എന്ന കോളത്തിൽ കൃത്യമായി കണക്കിൽ കൊടുക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ആ കണക്ക് കൊടുക്കാത്തുള്ളൂ. ഇതിൽ സംസ്ഥാന സർക്കാർ, ഈ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ത്രിപുര, ആന്ധ്ര, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രളയകാലത്ത് 6,000 കോടി ചോദിച്ച സമയത്ത് 2,000 കോടിയിൽ പരം തുക മാത്രമേ നൽകിയിട്ടുള്ളൂ. അതായത് നമ്മൾ ഇവിടെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ തുക തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ കൂടിയ തുക കാണിച്ചാലല്ലേ അതിൽ പകുതിയെങ്കിലും കിട്ടുകയുള്ളൂ. അതാണ് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പെരുപ്പിച്ച കണക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തിനുണ്ട്, അങ്ങനെ ഒരു ഗതികേടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇനി അങ്ങോട്ട് കേന്ദ്രവുമായിട്ടൊരു പോരിന് പോകാൻ പറ്റുമോ സംസ്ഥാനത്തിന്? അത് പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് നയപരമായി നയത്തിൽ അങ്ങോട്ട് സംസാരിക്കുക, കാത്തിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് അതൊരു മോശം അവസ്ഥയാണ് എന്നുള്ളതാണ്. ഈ 35 ദിവസത്തിന് ശേഷം കേന്ദ്രം എന്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അല്ലാതെ ഈ വാർത്ത വന്ന ഉടൻ ഇവിടെ അഴിമതി കാണിക്കുകയാണ്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിക്കുകയുണ്ടായി. അതിലപ്പുറം എന്താണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. നമുക്കിവിടെ ദുരന്തകാലത്ത്
സ്ഥാനത്ത് അരിക്ക് പണം തിരിച്ചു കൊടുക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേരളം മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിന് അനുസരിച്ചാണല്ലോ നമ്മൾ പ്രതികരിക്കുക. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ പെരുപ്പിച്ച കണക്ക് എന്നുള്ളതല്ല, ഒരു എസ്റ്റിമേറ്റഡ് തുക എന്ന നിലയ്ക്ക് മാത്രമേ അതിൽ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കണക്കിൽ സത്യമുണ്ടോ എന്ന ചോദ്യത്തിൽ സത്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.